Jai Hind children. So our next chapter is basics of algorithm and flowchart. So what is algorithm? An algorithm is a step-by-step procedure to be followed to solve any problem. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ്, സീക്വൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അതിനെ അൽഗോരിതം എന്ന് പറയും. സോ പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിൽ എന്താണ്? പ്രോഗ്രാം. എ പ്രോഗ്രാം ഇസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് എഴുതാനുള്ള ആ സ്റ്റെപ്സ് അതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. സോ ആൻ അൽഗോരിതം ഇസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു ബി ഫോളോഡ് ടു സോൾവ് എനി പ്രോബ്ലം. സോ നെക്സ്റ്റ് ഈസ് features of a good algorithm. We have three features. First one is it is written using simple English statements. English-ലാണ് എഴുതുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. ഓക്കെ. സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഷുഡ് ഹാവ് എ സ്റ്റെപ്പ് നമ്പർ. സ്റ്റെപ്പ് നമ്പർ ഇട്ടിട്ടാണ് ഓരോ സ്റ്റെപ്സും എഴുതുന്നത്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ദ പ്രോഗ്രാം, സ്റ്റെപ്പ് 2 ഗോ ടു ദാറ്റ് മെനു, ലൈക്ക് ദാറ്റ്. ഓക്കെ. സ്റ്റെപ്പ് വൈസ് ആണ് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ്സും എഴുതുന്നത്. ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ. ദെൻ തേർഡ് വൺ ഈസ് ഇറ്റ് ഷുഡ് ബി ഇൻ എ സീക്വൻഷ്യൽ മാനർ. കറക്റ്റ് ഓർഡറിലായിരിക്കും. നമ്മൾ തുടങ്ങിയത് തൊട്ട് അവസാനിക്കുന്നവരെ കറക്റ്റ് ആ സീക്വൻഷ്യൽ ഓർഡറിൽ വേണം അത് എഴുതാനായിട്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് സിമ്പിൾ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് വൺ ഈസ് ഷുഡ് ഹാവ് എ സ്റ്റെപ്പ് നമ്പർ. തേർഡ് വൺ ഈസ് sequential manner. Okay. So next is flowchart. So a flowchart is a pictorial or diagrammatic representation of an algorithm. ഒരു അൽഗോരിതത്തിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ, അതിനെ പിക്ചർ വൈസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ. അത് വരയ്ക്കാനായിട്ട് എന്താണ്, കുറച്ച് സിമ്പിൾസ് ഉണ്ട്, കണക്ടേഴ്സ്, സിമ്പിൾസ്, കുറച്ച് ഷേപ്സ് ഉണ്ട്. ഓക്കെ. ദാറ്റ് ഈസ് flowchart. A flowchart is a pictorial or diagrammatic representation of an algorithm. ഒരു അൽഗോരിതം എഴുതുന്നതിന്റെ റെപ്രസെന്റേഷൻ, പിക്ചോറിയൽ റെപ്രസെന്റേഷൻ, അതിനെ ഫ്ലോ ചാർട്ട് എന്ന് പറയും. ക്ലിയർ? എ ഫ്ലോ ചാർട്ട് ഈസ് ഡ്രോൺ യൂസിംഗ് സം സിമ്പിൾസ്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബോക്സ്. ദാറ്റ് ഈസ് ഇൻ ഓവൽ ഷേപ്പ്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓവൽ ഷേപ്പ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബോക്സ്. ദാറ്റ് ഈസ് ഇൻ പാരലലോഗ്രാം. ഓക്കെ. തേർഡ് വൺ ഈസ് പ്രോസസ് ബോക്സ്. ദാറ്റ് ഈസ് ഇൻ റെക്ടാംഗിൾ ഷേപ്പ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കണ്ടീഷൻ ബോക്സ്. ദാറ്റ് ഈസ് നമുക്ക് 2-3 കണ്ടീഷൻസ് വരും ചിലതിൽ. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യുന്നതാണ് കണ്ടീഷൻ ബോക്സ് ഓർ ഡിസിഷൻ ബോക്സ്, എസ് ഓർ നോ ടൈപ്പ്. ഓക്കെ. ദാറ്റ് ഈസ് ഇൻ ഡയമണ്ട് ഷേപ്പ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫ്ലോ ലൈൻസ്. ഒരു പർട്ടിക്കുലർ സ്റ്റെപ്സിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡാറ്റ ഫ്ലോയുടെ ഫ്ലോ ലൈൻസ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് കണക്ടർ. ദാറ്റ് ഈസ് ഇൻ സർക്കിൾ ഷേപ്പ്. ഓക്കെ. ദീസ് ആർ ദ സിംബൽസ് യൂസ് ഇൻ ഫ്ലോ ചാർട്ട്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ബേസിക് റൂൾസ് ഫോർ ഡ്രോയിങ് എ ഫ്ലോ ചാർട്ട്. കുറച്ച് റൂൾസ് ഉണ്ട് നമുക്ക് ഫ്ലോ ചാർട്ട് വരയ്ക്കാനായിട്ട്. ഫസ്റ്റ് വൺ ഈസ് എ ഫ്ലോ ചാർട്ട് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ക്ലിയർ. അത് ക്ലിയർ ആയിരിക്കണം, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. നെക്സ്റ്റ് വൺ ഈസ് എ ഫ്ലോ ചാർട്ട് ഷുഡ് ബി ഫ്രം ടോപ്പ് ടു ബോട്ടം ഓർ ലെഫ്റ്റ് ടു റൈറ്റ്. ടോപ്പ് ടു ബോട്ടം ആണ്, മുകളിൽ നിന്ന് താഴോട്ട് വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ എന്താണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. നെക്സ്റ്റ് വൺ ഈസ് എ ഫ്ലോ ലൈൻ ഷുഡ് നോട്ട് ക്രോസ് വൺ അനദർ. ഒരു ഫ്ലോ ലൈൻ വേറൊന്നിലോട്ട് ക്രോസ് ചെയ്ത് കയറരുത്, രണ്ടും തമ്മിൽ ക്രോസ് ആവരുത് ഫ്ലോ ലൈൻസ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ഓൺലി വൺ ഫ്ലോ ലൈൻ ഷുഡ് എൻ്റർ ദ ഡിസിഷൻ ബോക്സ്. ഡിസിഷൻ ബോക്സിലേക്ക് ഒരു ഫ്ലോ ലൈൻസേ വരാൻ പാടുള്ളൂ. നെക്സ്റ്റ് അതിൽ നിന്ന് പുറത്തേക്ക് എന്താണ് 2-3 ഫ്ലോ ലൈൻസ് പോകുന്നുണ്ട്. ഓക്കെ. ദീസ് ആർ ദ റൂൾസ് ഇൻ ഫ്ലോ ചാർട്ട്. ഓക്കെ. our next topic is algorithm and flow chart in program development. പ്രോഗ്രാം ഡെവലപ്മെന്റിൽ ഈ അൽഗോരിതം ഫ്ലോ ചാർട്ടും യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഈസ് എ പ്രോഗ്രാം. വാട്ട് ഈസ് എ പ്രോഗ്രാം? എ പ്രോഗ്രാം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ റിട്ടൺ ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതി വെച്ചിരുന്ന കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതിനെ പ്രോഗ്രാം എന്ന് പറയും. എ പ്രോഗ്രാം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് written in a programming language. Okay. So next is who is a programmer? A person who develop a program is known as a programmer. ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന ആരാണോ അയാളെ പ്രോഗ്രാമർ എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് ഈസ് സ്റ്റെപ്സ് ടു ഡെവലപ്പ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എഴുതുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. ആ പ്രോഗ്രാം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എഴുതാൻ വേണ്ടിയിട്ട്, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോഗ്രാം. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ദ അൽഗോരിതം. ആ പ്രോഗ്രാം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ
അതിന്റെ അൽഗോരിതം എഴുതണം, സ്റ്റെപ്സ് എഴുതണം. ഓക്കെ. തേർഡ് വൺ ഈസ് ഡെവലപ്പ് ദ എന്താണ് ഫ്ലോ ചാർട്ട് ഫ്രം ദ അൽഗോരിതം. ആ എഴുതിയ അൽഗോരിതത്തിൽ നിന്ന് നമ്മൾ എന്താണ് ഫ്ലോ ചാർട്ട് വരയ്ക്കണം. ഫസ്റ്റ് അപ്പോ നമ്മൾ അതെന്താണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത് അൽഗോരിതം എഴുതണം. മൂന്നാമത്തത് ആ അൽഗോരിതത്തിൽ നിന്ന് ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. Okay, next is use a programming language to write the program from the algorithm and the flowchart. അൽഗോരിതത്തിൽ നിന്നും ഫ്ലോ ചാർട്ടിൽ നിന്നും നമ്മൾ എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് കുറച്ച് കോഡ് ടൈപ്പ് എഴുതണം. ഓക്കെ. നെക്സ്റ്റ് ഈസ് എൻ്റർ ദ പ്രോഗ്രാം ഇൻ ടു ദ കമ്പ്യൂട്ടർ. അതിനെ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യുക. ദെൻ ടെസ്റ്റ് ദ പ്രോഗ്രാം. അത് ടെസ്റ്റ് ചെയ്യുക, എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ദ പ്രോഗ്രാം, റൺ ദ പ്രോഗ്രാം ആൻഡ് ഒബ്റ്റെയിൻ ദ ഔട്ട്പുട്ട്. ഓക്കെ. These are the steps to develop a program. Okay. So what is the use of algorithm and flowchart in a program? പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു ഡെവലപ്പറിന് അൽഗോരിതം ഫ്ലോ ചാർട്ടും വെച്ചിട്ട് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും, ക്ലിയർ ആയിരിക്കും. എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ അൽഗോരിതം ഫ്ലോ ചാർട്ട് ചെയ്യുമ്പോൾ ഫ്ലോ ചാർട്ട് നോക്കി കഴിയുമ്പോൾ പ്രോഗ്രാമറിന് ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ അൽഗോരിതം ഫ്ലോ ചാർട്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഒരു പ്രോഗ്രാമർ ഒരു പ്രോഗ്രാം develop it. Okay. So, thank you children. Chapter 6 Algorithm and Flowchart. Children, as you already know that computer is an electronic device that works on a set of instructions called a program. We can say that a program is a set of instructions given to a computer to solve a particular problem. There are two commonly used tools that help in writing programs. These are algorithms and flowcharts. So, to use algorithm techniques for solving any problem, remember to arrange the task in logical order. Let us now see more examples to learn how using this technique we can solve any given problem. Example: write an algorithm to prepare a cup of tea. Step 1. Take water, sugar, milk and tea leaves in a container. Step 2. Boil the contents. Step 3. Pour tea in a cup. Rules for writing algorithms. There are some guidelines for writing an algorithm. It always starts with the step start and finish with stop. Give a line number to each instruction. Write each instruction in a separate line. Function of each statement needs to be very clear. Some examples of algorithm. Algorithm to make butter toast. Step 1. Start. Step 2. Cut one slice from the end of the loaf of bread. Step 3. Put slice of bread into toaster. Step 4. Turn toaster on. Step 5. Wait for toaster to finish. Step 6. Put toasted bread onto a plate. Step 7. Spread butter on toast. Step 8. Stop. Algorithm to multiply two numbers. Step 1. Start. Step 2. Input number 1. Step 3. Input number 2. Step 4. Multiply the two numbers. Step 5. Print the result. Step 6. Stop. Flowchart. Flowchart is a pictorial representation of a sequence of steps involved in solving a problem. It is a procedure to solve a particular problem in a pictorial form by using some symbols. This graphical representation plays a vital role in the programming of a problem and is helpful in understanding the logic of complicated and lengthy problems. Once the flowchart is drawn, it becomes easy to write the program in any high-level language. In a flowchart, various kinds of symbols are used for different instructions. The different symbols and their instructions are mentioned in the following table.
name, symbol, description, start or stop box. It is used to indicate the start and the end of the flowchart. Input or output box. It is used to accept the input and deliver the output. Process box. It is used for processing. Decision box. It is used when the condition of yes or no arises. Flow lines. It is used to connect the different boxes of the flowchart with each other. Connector. It is used to connect flowchart on more than one sheet of paper. Example. A flowchart to multiply two numbers. Start. Input A, B. C is equal to A into B. Print C. Stop. Guidelines for making a flowchart. Flowcharts should have only one start and one stop box. The direction of flowchart is from top to bottom and left to right. Arrowheads are used to indicate the sequence of event. Crossing flow lines do not show any logical connections between those lines. Only one flow line should come out from process box. If a flowchart is very complicated, it is better to use connectors. The flowchart should be clear, neat and easy to follow. Examples of using flowchart. Flowchart to prepare a cup of tea. Start. Take water, sugar, milk and tea leaves in a container. Boil the contents. Pour the tea in a cup. Stop. Flowchart to add two numbers. Start. Input number 1. Input number 2. Sum is equal to number 1 plus number 2. Print sum. Stop. Flowchart to show you are eligible for voting. Start. Input your age. Is age greater than 18? Yes. Print can vote. No. Print cannot vote. Stop. To display the average of three numbers. Start. Input A, B, C. Average is equal to A plus B plus C by 3. Print average. Stop. Flowchart to find the greater number from two numbers. Start. Input X, Y. Is X greater than Y? Yes. Print X. No. Print Y. Stop. Quick review. A program is a set of instructions given to a computer to solve any problem. Algorithm is a sequence of steps followed in a logical order written in simple English to solve any problem. A flowchart is a pictorial form of sequence of steps to solve a problem using some symbols.